നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ചെങ്കോൽ പിടിച്ചതിന് പിന്നാലെ ആരാധകർക്കും നാട്ടുകാർക്കും നൽകിയ വാക്കുപാലിച്ച് സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടൻ ഭരണത്തിന്റെ വിശ്വരൂപം കാട്ടി 717 സർക്കാർ മദ്യശാലകൾ അതായത് ടാസ്ക് മാസ്ക് അടച്ചുപൂട്ടാൻ വിജയ് ഉത്തരവ് ഇട്ടിരിക്കുകയാണ്. 717 സർക്കാർ മദ്യശാലകളാണ് അടച്ചുപൂട്ടാൻ വിജയ് ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ആരാധനാലയങ്ങൾക്കും സ്കൂളുകൾക്കും സമീപം പ്രവർത്തിക്കുന്ന കുടിശാലകൾക്ക് ഇനി തമിഴ് മണ്ണിൽ ഇടമില്ല എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ദളപതിയുടെ ഈ രാഷ്ട്രീയ ഇന്നിംഗ്സ് കളർഫുൾ ആയിരിക്കുന്നത്. ഒരുപാട് അമ്മമാർ കൈകൂപ്പി തൊഴുത് വിജയെ ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ്. ക്ഷേത്രങ്ങൾ, പള്ളികൾ, വിദ്യാലയങ്ങൾ, കോളേജുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന കടകൾക്കാണ് ഇപ്പോൾ പൂട്ട് വീഴുന്നത്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള എല്ലാ ഔട്ട്ലെറ്റുകളും പൂട്ടി താക്കോൽ ഏൽപ്പിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. 276 ആരാധനാലയ പരിസരത്തെ കടകളും 186 സ്കൂൾ പരിസരത്തെ കടകളും ഉൾപ്പെടെ 717 എണ്ണമാണ് ലിസ്റ്റിൽ ഉള്ളത്. പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കുടികേന്ദ്രങ്ങളെ തുരത്തുക എന്ന വലിയ സാമൂഹിക പരിഷ്കാരത്തിനാണ് വിജയ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. അതേസമയം ഭരണപരമായ ആദ്യ തീരുമാനം തന്നെ സിക്സർ അടിച്ച വിജയ്ക്ക് മുന്നിൽ ഇനി വരാനിരിക്കുന്നത് വിശ്വാസ വോട്ടെടുപ്പിന്റെ കടമ്പയാണ്. കോൺഗ്രസ്, ഇടതുമുന്നണി, CVK, മുസ്ലിം ലീഗ് കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് TVK അതായത് തമിഴക വെട്രി കഴകം സർക്കാർ രൂപീകരിച്ചത്. മെയ് 13 മുൻപ് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. 4 ദിവസം നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി TVK അധികാരത്തിൽ ഏറിയത്. തമിഴ്നാട്ടിലെ നിലവിലെ നിയമപ്രകാരം സ്കൂളുകൾക്കും ആരാധനാലയങ്ങൾക്കും 50 മീറ്റർ പരിധിയിൽ മദ്യഷോപ്പുകൾ പാടില്ല. എന്നാൽ ദൂരപരിധി 500 മീറ്റർ ആയി ഉയർത്തിയിരിക്കുകയാണ് വിജയ്. മദ്യം കാരണം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സ്ത്രീകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വിജയോട് പരാതി പറഞ്ഞിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും ലഭ്യമാകുന്ന വിധത്തിൽ തമിഴ്നാട്ടിൽ മദ്യം ഒഴുകുന്നതായും പരാതി ഉയർന്നിരുന്നു. ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 10 മണി വരെയാണ് മദ്യവിൽപ്പനയ്ക്ക് അനുമതിയെങ്കിലും പലപ്പോഴും ഇതൊന്നും പാലിക്കാതെ പലയിടത്തും വിൽപ്പന നടക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇതോടെയാണ് ചട്ടം ലംഘിച്ച് വിൽപ്പന നടത്തുന്ന മദ്യശാലകൾ പൂട്ടാൻ മുഖ്യമന്ത്രി വിജയ് ഉത്തരവിട്ടത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വിജയ് നൽകിയ പ്രധാന വാഗ്ദാനമായിരുന്നു ഘട്ടം ഘട്ടമായുള്ള മദ്യ നിരോധനം. അധികാരം കിട്ടിയ ആദ്യ മണിക്കൂറിൽ തന്നെ ഇത്രയും വലിയൊരു തീരുമാനം എടുത്തതോടുകൂടി TMKയുടെയും BJPയുടെയും ക്യാമ്പുകൾ അമ്പരപ്പിലാണ്. യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ടുകൾ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം തമിഴ് രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തിക്കഴിഞ്ഞു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVKയ്ക്ക് 118 MLAമാരുടെ പിന്തുണ ഉറപ്പായ ശേഷം മാത്രമാണ് സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയെ ക്ഷണിച്ചത്. കോൺഗ്രസ്, ഇടതു പാർട്ടികൾ, VCK, മുസ്ലിം ലീഗ് പിന്തുണയോടുകൂടി തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയ്ക്ക് മുന്നിൽ ഇനി കടമ്പ സഭയിലെ ഭൂരിപക്ഷം മാത്രമാണ്. മെയ് 13 മുൻപ് സഭയിൽ വിജയ്ക്ക് ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. എന്നാൽ വിശ്വാസ വോട്ടെടുപ്പിനുള്ള തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ചെന്നൈ ട്രൗൺസ് ലൈറ്റഡ് MLA JCD പ്രഭാകരനെ TVK സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. AIDMKയിലെ പിളർപ്പ് സ്പീക്കർ ഇന്ന് നിലപാട് വ്യക്തമാക്കിയേക്കും. SP വേലുമണിയെ കക്ഷി നേതാവാക്കണമെന്ന് 30 MLAമാരും EPSC അംഗീകരിക്കണമെന്ന് 17 പേരും ആവശ്യപ്പെടുന്ന കത്തുകൾ പ്രോടൈം സ്പീക്കർ നൽകിയിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിജയുടെ തീരുമാനത്തിന് 100 കരങ്ങൾ കൊണ്ട് കൈയടിക്കുകയാണ് ജനം.